ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പഠിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ SCERT പാഠപുസ്തകം നമ്മുടെ വൊക്കാബ്സ്പീഡിയയുടെ റിവ്യൂ ചെയ്തപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ്, ആ ടെസ്റ്റിൽ ഒത്തിരി മിസ്സിങ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ ആൾ PDF നോക്കിയാണ് അത് കറക്റ്റ് ചെയ്യുന്നത്, സമഗ്രയിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അതിന് മുമ്പ് വരെ എനിക്ക് സമഗ്രയെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ കമൻസിലൂടെ ഷെയർ ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇത്തരം വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരം നമ്മുടെ SCERT ബുക്കുകൾ വാങ്ങാൻ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സമഗ്ര വഴി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയതും പഴയതും ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഞാൻ രാവിലേക്ക് എപ്പോഴും നോക്കുന്ന കുറച്ച് യൂട്യൂബ് വീഡിയോസ് കൂടെ കാണാം. അപ്പോൾ ഇത് നമ്മുടെ PSC ഇൻഫ്ലുവൻസർ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിക്കോട്ടെ. അപ്പോൾ എന്തായിരുന്നാലും ഈ സാറിൻ്റെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 5 മണി മുതലാണ്. രാവിലെ ലൈവ് ക്ലാസ് ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട്, എന്നാൽ കാണാതിരിക്കാറുമുണ്ട്. പക്ഷേ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഞാൻ കാണാറുണ്ട്. ഇപ്പം കാണിക്കുന്ന ക്ലാസ്സുകളെല്ലാം ഞാൻ എന്നും കാണുന്നു എന്നല്ല പറയുന്നത്, ഞാൻ എല്ലാം കാണാറുണ്ട്. ഇവരുടെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരം കുറച്ച് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ളത് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുപോലെയാണ് ആസ്ഥ എല്ലാം വരുന്നുണ്ട്. എൻട്രിയൊക്കെ ഞാൻ ഈ ഇട വെച്ചാണ് നോക്കാൻ തുടങ്ങിയത്. അതുപോലെ കറണ്ട് അഫെയറിൽ എനിക്ക് CA അനലിസ്റ്റ് പോലെ അത്രയും ബെറ്റർ ആയിട്ടൊരു ചാനലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിപ്പോൾ സൈലത്തിൽ സാറാണ്. സൈലത്തിലും ഞാൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർ സൂപ്പറാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ല കറണ്ട് അഫെയർ ക്ലാസ്സുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ CA അനലിസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കറണ്ട് അഫെയർ ഇത്രയും ഈസിയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ഓസ്കാറും ഒക്കെ വലിയ പാടായിരുന്നു എനിക്ക് പഠിക്കാൻ. പക്ഷേ സാറ് പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ ഫോളോ ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ ആസ്ഥ അക്കാഡമിയുടെ ആസ്ഥയുടെ ക്ലാസ്സുകൾ ഞാൻ മുന്നേ കാണാറുണ്ട്. സാറ് പഠിപ്പിക്കുന്നത് വേറൊരു ശൈലിയിലാണ്. ഇപ്പം സാറിൻ്റെ കുറച്ച് ഇതൊക്കെ മാറിയിട്ടുണ്ട്. കാരണം അവരുടെ കുറേ ബുക്കൊക്കെ ഇറക്കി. അങ്ങനെ ആദ്യം ബുക്കൊന്നും ഇറക്കില്ലായിരുന്നു. ഇങ്ങനെ സാറ് യൂട്യൂബിൽ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ ചരിത്രവും ലോക ചരിത്രവും ഒക്കെ ഞാൻ സാറിനെ കുറേ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റഡി പാറ്റേണിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും നല്ല ആഴത്തിലേക്ക് പഠിക്കാൻ തുടങ്ങിയത്. അതെൻ്റെ മാർക്കിൻ്റെ മാറ്റം കൊണ്ട് മനസ്സിലാവുകയും ചെയ്തു. ആദ്യമൊന്നും ഞാൻ സിലബസ് നോക്കി പഠിക്കുന്ന ഒരാളെ അല്ല. അതൊക്കെ ഞാൻ വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഒരു സ്റ്റഡി പാറ്റേൺ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പഠിക്കുകയാണ്. അതിൽ വലിയ മാറ്റങ്ങൾ തന്നെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടിക്കൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സാറിൻ്റെ ബുക്കുകളെക്കുറിച്ച് സാറ് റിവ്യൂ ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോയ്ക്ക് മുമ്പ് സാർ ഇങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. ഏതെങ്കിലും പുതിയ ബുക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ എങ്കിൽ വന്നതിനെക്കുറിച്ചും ഒക്കെ വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആ കാണുന്ന നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ബുക്കുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴിയൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ബുക്കൊക്കെ നല്ലതാണ് കേട്ടോ. ബുക്കുകളെ പറ്റിയൊന്നും മോശമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കാണുന്നതാണ് ക്ലാസ്. ഈ സാറിനും പെയ്ഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പെയ്ഡായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സാറിൻ്റെ ക്ലാസ്, സാറ് നല്ലൊരു അവതരണ ശൈലിയും ഒക്കെ ബെറ്ററാണ്. സാറ് സൈലത്തിൽ കറണ്ട് അഫെയർ എടുക്കുന്നതും സാറ് തന്നെയാണ്. സാറിന് പ്രത്യേകിച്ച് ഒരു ചാനലുണ്ട്, എന്താണ് CA അനലിസ്റ്റ് എന്ന ചാനൽ. അതിലാണ് സാർ കൂടുതലും ക്ലാസ്സസ് നമുക്ക് തരാറ്. പക്ഷേ സൈലത്തിൽ മറ്റേ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ക്ലാസ് കുറവാണ്, എന്നാലും മാക്സിമം സാറ് തരാറുണ്ട്. അടുത്തതായിട്ട് നമ്മളെ റോഷൻ സാറാണ്. റോഷൻ സാറ് അക്കാഡമി, ഇത് അക്കാഡമിയിലെ ക്ലാസ്സാണ് കേട്ടോ. അക്കാഡമിയിലൂടെയാണ് ഞാൻ റോഷൻ സാറിനെ പരിചയപ്പെടുന്നതൊക്കെ. അതിനുശേഷം അക്കാഡമി നിർത്തിയ സമയത്താണ് റോഷൻ സാറ് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുന്നത്, ഓൾ ഇൻ വൺ PSC. അപ്പോൾ സാറിൻ്റെ ചാനൽ ഞാൻ കാണുന്നതും സാറിനെ പരിചയപ്പെടുന്നതും ഒക്കെ അക്കാഡമിയിൽ നിന്നാണ്. പിന്നെ അക്കാഡമിയിലുള്ള സാറ് എല്ലാവരും മാറിപ്പോവുകയും പിന്നെ അക്കാഡമി ഇല്ലാതാവുകയും ചെയ്തു. PSCക്ക് വേണ്ടിയുള്ള ആ ചാനൽ ഇപ്പോൾ ഇല്ല. പക്ഷേ ചാനലിൽ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് സാറ് പഠിപ്പിക്കുന്ന ജോഗ്രഫി വളരെ ഇഷ്ടമായിരുന്നു. ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ സാറിനെ തന്നെ ഫോളോ ചെയ്തത്. പിന്നെ ഇതൊക്കെ നിർത്തിയ സമയത്ത് സാറ് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. അതാണ് നമ്മൾ ഓൾ ഇൻ വൺ PSC. ഈ സാറിൻ്റെ ഇതിൽ നമ്മൾ നമ്പർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് PDF, ഞാൻ പെയ്ഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പിൽ പോലും ഇത്രയും നീറ്റായിട്ടൊരു PDF കിട്ടിയിട്ടേ ഇല്ല. 100% നമുക്ക് യൂസ്ഫുള്ളാണ്. ഈ ചാനൽ ചേർന്ന് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. റാങ്ക് ഫയൽ വാങ്ങാൻ പറ്റാത്തവരോ പെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ സാറിൻ്റെ ചാനൽ ജോയിൻ ചെയ്തോളൂ. നന്നായിട്ടുള്ള PDF ആണ്. അതാണ് ഞാൻ ഈ PDF ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. നമുക്കൊരു റാങ്ക് ഫയൽ പോലെ തന്നെ ഫീൽ ചെയ്യും. PDF, അതായത് കേരള ജോഗ്രഫി ആണെങ്കിൽ അത് ഫുള്ളും ഒരു സെറ്റ് റാങ്ക് ഫയലായിട്ട് വെക്കുക. ഇപ്പോൾ PDF ആയിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വായിച്ചാലും മതിയാവും. ഇതിപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്താണ് പഠിക്കുന്നത്.
അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞില്ലേ, പെയ്ഡായിട്ട് നമ്മളൊരു ചാനൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോലും നമുക്ക് പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ പറ്റിയില്ല. ഇനി ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പിന്നെ അത് കൂടുതൽ കമൻസും നെഗറ്റീവൊക്കെ ആയിപ്പോവും. അപ്പോൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ പ്രിൻ്റ് എടുത്ത് നമുക്ക് പഠിക്കാം. ഇത് ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. ഇത് വലിയ കുറേ പേജും കൂടി ഉണ്ട് കേട്ടോ, അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നല്ല നീറ്റായിട്ട് സാറ് തന്നിട്ടുണ്ട്. അത് വായിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫുൾ ആൻസറും അത്തരം ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും സാറിൻ്റെ ഒരു യൂട്യൂബ് ക്ലാസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ, അറിയാത്തവർക്ക് വേണ്ടിയാണ്, ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് സാറ് വാട്സപ്പ് നമ്പറൊക്കെ തരുന്നതാണ്. ആ നമ്പറിലേക്ക് നമ്മൾ ഹായ് അയച്ചാൽ മതി. പിന്നെ അവരെന്ത് ചെയ്യും, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള PDF, ആവശ്യമുള്ളതെല്ലാം എല്ലാ PDF-ഉം നമുക്ക് തരും. നല്ല PDF ആണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന യൂട്യൂബ് വീഡിയോസും ക്ലാസ്സസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം എനിക്കറിയാത്തതാണെങ്കിൽ ഞാനും തീർച്ചയായിട്ടും അത്തരം വീഡിയോസും ക്ലാസ്സസൊക്കെ കാണും. ഇപ്പം നമുക്ക് ആവശ്യം പോലെ PDF ഫ്രീ അവൈലബിൾ ആണ്. പെയ്ഡായിട്ട് യൂസ് ചെയ്യണമെന്നൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ജോയിൻ ചെയ്യാം. അടുത്തത് അൺഅക്കാഡമിയിലെ തന്നെ സാറായിരുന്നതാണ്. ഈ സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും. ആ സാർ ഇപ്പം ചെയ്യുന്നത് ഫാൽക്കൺ PSC ആണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ഞാനൊരു റെഗുലർ ഫോളോവർ അല്ല. ഞാൻ സാറിൻ്റെ ക്ലാസ് എക്സാമിനോടനുബന്ധിച്ച് സാറ് മാരത്തോൺ ചെയ്യാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് മാത്രമാണ് ആ ചാനലിൽ ഞാൻ നോക്കാറ്, വേറെ ആരും നോക്കാറില്ല. അപ്പോൾ സാറ് തരുന്ന മാരത്തോൺ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സാറ്. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടതാണ്, ആരും പരിചയപ്പെടുത്തി തന്നതൊന്നുമല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേറൊരു അവതരണ ശൈലിയും ഒക്കെയാണ്. നമുക്കൊരു കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് തോന്നും കേട്ടോ. സാറിനും PDF ഒക്കെ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഈ ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു മോശവും വരില്ല. പക്ഷേ റോഷൻ സാറിൻ്റെ ക്ലാസ് ഞാൻ വീണ്ടും പറയുകയാണ്, അതിൽ ജോയിൻ ചെയ്യുന്നവർ ആർക്കും ഒരു നഷ്ടവും വരില്ല. കാരണം അത്രയ്ക്ക് എഫേർട്ട് എടുത്താണ് സാറ് PDF-ഉം ഒക്കെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഒരു നഷ്ടവും നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. ആ ചാനൽ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യും. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. SCERTയുടെ ഇതൊരു പഴയ ബുക്കാണ് കേട്ടോ, സ്കൂൾ പാഠപുസ്തകത്തിലെ. അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ളതാണ്. ഇത് എൻട്രിയുടെ ആണ്. അന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എൻട്രിയുടെ ബുക്കാണെന്നോ. ഇതിങ്ങനെ ഓർഡർ ചെയ്തു. കണ്ടോ, ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൽ അവർ തന്നെ ഒരു 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഈ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഫോളോ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്നൊന്നും ഞാൻ അങ്ങനെ അത്രയും ആഴത്തിൽ പഠിക്കുന്ന ഒരാളോ ഒന്നും അല്ലായിരുന്നു. ഇത് ടൈം ടേബിളാണ്. ഞാൻ പറഞ്ഞില്ല, 60 ദിവസത്തെ റിവിഷൻ ഉൾപ്പെടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് പഴയ ബുക്കിൻ്റെ ഇതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ടല്ലോ, എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പഠിക്കാം. ഇന്ത്യ ചരിത്രമായിരുന്നാലും തത്വശാസ്ത്രം, സയൻസ്, അങ്ങനെയുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 13ാം പേജ് മുതൽ 60 പേജ് വരെ ഇന്ത്യൻ ചരിത്രമാണ്. ആധുനിക ഇന്ത്യ ചരിത്രം, മധ്യകാല ഇന്ത്യ ചരിത്രം, അങ്ങനെ ഓരോന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബുക്ക് ഇപ്പോൾ അവരിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് വരുന്ന കേരള ഭൂമിശാസ്ത്രമാണ്. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഈ ബുക്കിൻ്റേത്. അത് ഞാൻ പറഞ്ഞില്ലേ, തത്വശാസ്ത്രം, ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അത്രയും ഒരിതായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഈ ബുക്ക് കിട്ടുന്നതെങ്കിൽ ഫുള്ളും നോക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട്. അന്നൊന്നും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ബുക്ക് കണ്ട് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ, അതായത് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരാളായിരുന്നു. എനിക്ക് ഏറ്റവും പാടുള്ള ഇങ്ങനത്തെ ഉള്ള സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഭരണഘടനയായിരുന്നു. ഞാൻ പഠിക്കാത്തതും ഭരണഘടനയായിരുന്നു. അപ്പോൾ എളുപ്പമുള്ള വിഷയം, അതായത് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. മാത്സ് പിന്നെ നോക്കാറേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം മാറി, ജനസാറിലേക്ക് വന്നു. അങ്ങനെയൊക്കെ നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് സമയം കൂടുതലായിട്ട് അറിയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയുടെ ഒപ്പം ഈ ബുക്കും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ഈ ബുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ ഉണ്ടോയെന്നൊന്ന് വിളിച്ച് ചോദിച്ചാലേ അറിയാവൂ. കുറേ പേര് യൂട്യൂബിൽ റിവ്യൂസ് ചെയ്തത് കണ്ടാണ് ഞാനും ഈ ബുക്കൊന്ന് പർച്ചേസ് ചെയ്തത്. ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് എനിക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട് വഴി എന്താണ് പർച്ചേസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കത് ഓർമ്മയില്ല. ഇതൊക്കെ നമ്മൾ സയൻസാണ് ഓരോ ക്ലാസ്. അപ്പോൾ ഇപ്പം ഞാൻ കമ്പയർ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ കിട്ടിയ ബുക്കും ഈ ബുക്കും വെച്ച് പിന്നെ സമഗ്രയും കൂടെ PDF വെച്ച് ജസ്റ്റ് നോക്കി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ പഠിക്കാൻ കൂടുതൽ ഈസി ആണെങ്കിലോ മനസ്സിലാവും. അപ്പോൾ അടുത്ത് ഞാൻ ട്രിക്ടൈനിലേക്ക് ജോയിൻ ചെയ്തു. 15ാം തീയതി മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി ഒരു ക്ലാസ് റണ്ണിങ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ 14ാം തീയതി വരെയൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ തോന്നുന്നു. 15ാം തീയതി തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ട്രിക്ടൈൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി ഞാൻ വീഡിയോസൊക്കെ എഴുതിയതാണ് കേട്ടോ ഇത്.
അത് വരയ്ക്കാൻ ആ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഞാനല്ല വരച്ചത്, അത് വരയ്ക്കാനുള്ള ആൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ബുക്കിലിടയ്ക്കൊക്കെ വരയൊക്കെ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ യൂട്യൂബ് ചാനൽ സാറിടുന്ന ഓരോ വീഡിയോസും കണ്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തതാണ്. എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നോട്ട് എഴുതാതെ എനിക്ക് പഠിക്കാനേ പറ്റില്ല. ക്ലാസ് കേട്ടാലേ എനിക്ക് നോട്ട് വേണം. PDF ഉണ്ടെങ്കിലും എനിക്ക് നോട്ട് ഉണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. കൃത്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് പാടുള്ള ഒരാളായിരുന്നു. ഇപ്പം ഞാൻ സാറിൻ്റെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് കൃത്യങ്ങൾക്കൊക്കെ നല്ല അതായിട്ട് എഴുതി വർക്കൗട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം ഇപ്പം എനിക്ക് അതൊക്കെ നല്ല ഈസി ആയി. പിന്നെ മനസ്സിന് തന്നെ നല്ലൊരു കോൺഫിഡൻസും വന്നിട്ടുണ്ട്. മാത്സ് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ ഇതിൽ ഏജാണ് എന്തൊക്കെയാണ് അതിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റിന് ഒരു ഇൻഡെക്സ് പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെനിക്കൊരു യൂസ്ഫുള്ളാണ്. കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് വരുമ്പോൾ അത് ഏതെന്ന് ബുക്ക് എടുത്ത് നോക്കാൻ പറ്റും. ഈ ബുക്കൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എഴുതി മടക്കിയൊന്നും വെക്കാറില്ല ഇപ്പോൾ. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യാറ്. അപ്പോൾ പിന്നെ ഓഗസ്റ്റ് 15 ശേഷം സാറിൻ്റെ ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷം എന്താണ് എന്നുള്ള റിവ്യൂ ഞാൻ അറിയിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ നല്ല റിവ്യൂസ്, ജോയിൻ ചെയ്തവരൊക്കെ നല്ല റിവ്യൂസാണ് പറയുന്നത് ക്ലാസ്സിനെ പറ്റി, മെൻറ്ററെ പറ്റിയൊക്കെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെൻറ്റർ ഉണ്ടെന്നോ അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ നല്ല ഇതിനായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്ലാനൊക്കെ തയ്യാറാക്കാനുള്ള ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.